ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിനക്ക് നഷ്ടപ്പെട്ട നന്മകളെ വീണ്ടും തിരികെ തരാൻ കർത്താവ് കാത്തിരിക്കുന്നു. നീ തോറ്റുപോയിടത്തു നിന്ന് കർത്താവ് വീണ്ടും തുടങ്ങുന്നു. ജീവിക്കാൻ നഷ്ടപ്പെട്ടു പോയ ശുഷ്കാന്തിക്ക് വേണ്ടി, ആഗ്രഹത്തിനു വേണ്ടി നമുക്കിന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഇന്നത്തെ ദിവസം നമുക്കുണ്ടായ എല്ലാ അനുഭവങ്ങളെയും, തിക്താനുഭവങ്ങളെ, വേദനാജനകമായ അനുഭവങ്ങളെ, നല്ല അനുഭവങ്ങളെ, സന്തോഷത്തിൻ്റെ അനുഭവങ്ങളെ, ദുഃഖത്തിൻ്റെ അനുഭവങ്ങളെ എല്ലാം ഈ രാത്രിയിൽ നിനക്കായി കാത്തിരിക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഈ രാത്രിയിൽ സമാധാനത്തോടെ നല്ലൊരു ഉറക്കത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നാളത്തെ ദിവസം ദൈവാനുഗ്രഹങ്ങളാൽ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെടുന്നതിന്, വീണ്ടും ഉണർന്നെഴുന്നേൽക്കുന്നതിനും നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 112 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. നീതിമാന് ഒരിക്കലും ഇളക്കം തട്ടുകയില്ല, അവൻ്റെ സ്മരണ എന്നേക്കും നിലനിൽക്കും. ദുർവാർത്തകളെ അവൻ ഭയപ്പെടുകയില്ല. അവൻ്റെ ഹൃദയം അചഞ്ചലവും കർത്താവിൽ ആശ്രയിക്കുന്നതുമാണ്. അവൻ്റെ ഹൃദയം ദൃഢതയുള്ളതായിരിക്കും, അവൻ ഭയപ്പെടുകയില്ല. അവൻ ശത്രുക്കളുടെ പരാജയം കാണും. അവൻ ദരിദ്രർക്ക് ഉദാരമായി ദാനം ചെയ്യുന്നു. അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അവൻ അഭിമാനത്തോടെ ശിരസ്സുയർത്തി നിൽക്കും. ദുഷ്ടൻ അത് കണ്ട് കോപിക്കുന്നു, പല്ലിറുമുന്നു. അവൻ്റെ ഉള്ളുരുകുന്നു. ദുഷ്ടൻ്റെ ആഗ്രഹം നിഷ്ഫലമാകും. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു. കർത്താവേ, ഞങ്ങൾ എത്രയൊക്കെ അങ്ങയിൽ നിന്നും അകന്നു പോയെങ്കിലും, ഞങ്ങളുടെ ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും അങ്ങയിൽ നിന്നും വിദൂരത്തായെങ്കിലും, കർത്താവേ, നീ ഞങ്ങളുടെ തിരികെ വരവും കാത്ത് നീ ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. പെറ്റമ്മയുടെ സ്നേഹത്തെക്കാളും ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഈശോയെ, നീ ഞങ്ങളുടെ ദൈവവും കർത്താവും ഞങ്ങളുടെ എല്ലാമാണ്. കർത്താവെ, ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ജീവിക്കാനൊരു ആഗ്രഹം തരണമേ. ജീവിക്കാനുള്ള ശുഷ്കാന്തിയും ജിജ്ഞാസയും തന്ന്, ജീവിതം തീർന്നിട്ടില്ല, ഇനിയും കിടക്കുന്നതേയുള്ളൂ, ഇനിയും അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല, ഇനിയും അവസരങ്ങളുണ്ട്. എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് വേണ്ടി കരുതിയിരിക്കുന്ന എൻ്റെ ദൈവം, എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന എൻ്റെ ദൈവം, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തന്ന ദൈവം എന്നെ ഒരിക്കലും ദുഷ്ടന് പരിഹാസപാത്രമാക്കുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, വീണ്ടും അഭിമാനത്തോടെ ശിരസ്സുയർത്തി ജീവിക്കാനുള്ള കൃപ നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വന്നുപോയ പിഴവുകളും, നഷ്ടപ്പെടുത്തിയ അവസരങ്ങളും, നഷ്ടപ്പെട്ട നന്മകളും എല്ലാം വീണ്ടും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, ഒരവസരം കൂടി ജീവിക്കാൻ അവിടുന്ന് നൽകണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ നഷ്ടപ്പെട്ട സൗഭാഗ്യങ്ങളെ വീണ്ടെടുക്കാനായി വീണ്ടും അവസരങ്ങളുമായി കാത്തിരിക്കുന്ന ദൈവമേ, ഈ രാത്രിയിൽ പൂർണ്ണമായും ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുന്നു. എന്നാൽ ഇന്നോളം ഞങ്ങൾ നഷ്ടപ്പെടുത്തിയ സമയം, അവസരങ്ങൾ, ഞങ്ങളെ ഉപദ്രവിച്ച വ്യക്തികളെ, ഞങ്ങൾക്കുണ്ടായ നഷ്ടങ്ങളെ, ഞങ്ങൾക്ക് വന്ന എല്ലാ അപകീർത്തികളെയും ഓർത്ത്, ഞങ്ങളെ ദ്രോഹിച്ചവരെ ഓർത്ത് ഞങ്ങൾ സമയം കളഞ്ഞു. എന്നാൽ ഇനി മുതൽ ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടി മരിച്ച, ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി സ്വന്തം ശരീരം മരണത്തിന് വിട്ടുകൊടുത്ത ഈശോയെ, ഞങ്ങൾ ഇനി അങ്ങയിൽ നോക്കി ജീവിക്കും. ഞങ്ങൾ പിറകോട്ട് നോക്കുകയില്ല. എന്തെന്നാൽ ഞങ്ങളെ തകർക്കാൻ നോക്കിയവർ പിറകിൽ നിൽക്കുമ്പോൾ, കർത്താവെ, അവരിൽ നോക്കാതെ ഞങ്ങളെ ഉയർത്താൻ നിൽക്കുന്ന, ഞങ്ങളുടെ മുന്നേ പോകുന്ന ക്രിസ്തുവിൽ നോക്കി ഞങ്ങൾ വീണ്ടും ജീവിക്കും. അതിനായി കൃപ തരണമേ. ഈ രാത്രിയിൽ
ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ സമാധാനവും സന്തോഷവും തിരികെ വരണമേ. കർത്താവെ, ജോലി നഷ്ടപ്പെട്ടവരെ സമർപ്പിക്കുന്നു, ജീവിതം നഷ്ടപ്പെടുത്തിയവരെ സമർപ്പിക്കുന്നു, അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയവരെ സമർപ്പിക്കുന്നു. കർത്താവെ, ജീവിക്കാൻ മറന്നുപോയവരെ സമർപ്പിക്കുന്നു. ഈ രാത്രിയിൽ കർത്താവിൽ എല്ലാത്തിനും പരിഹാരമുണ്ട്. ഞാൻ ജീവിക്കും, ഞാൻ മുന്നേറും. എന്തെന്നാൽ എനിക്ക് നഷ്ടമായതിൻ്റെ ഇരട്ടി 100 ഇരട്ടി എൻ്റെ ക്രിസ്തു, എൻ്റെ കർത്താവായ യേശു എനിക്ക് നൽകും. അതിനാൽ ഞാൻ ഇന്നു മുതൽ ഒരു പുതിയ ജീവിതം ആരംഭിക്കാൻ പോകുന്നു എന്ന ഉറച്ച വിശ്വാസത്തോടെ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമേ, അങ്ങയിൽ പൂർണ്ണമായി ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. കാത്തുകൊള്ളണമേ. ഈ രാത്രിയിൽ നല്ലൊരുറക്കം നൽകി ഞങ്ങളെ ആശീർവദിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് ആരോഗ്യവും ആയുസ്സും നൽകി, ജീവിക്കാനുള്ള ശുഷ്കാന്തി നൽകി, ഓജസ് നൽകി, ഉത്സാഹം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നാളെ അതിരാവിലെ വീണ്ടും അങ്ങയുടെ അനുഗ്രഹത്തിനു വേണ്ടി അങ്ങയുടെ സന്നിധിയിലായിരിക്കുവാൻ, അങ്ങയിൽ വസിക്കുവാൻ, ഞങ്ങളെ സ്നേഹിക്കുന്ന ക്രിസ്തുവിനെ സ്നേഹിക്കുവാൻ വീണ്ടും ഞങ്ങളെ വിളിച്ചുണർത്തി അനുഗ്രഹിക്കണമേ. ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ. നാളത്തെ എല്ലാ നിയോഗങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈ രാത്രിയിൽ യാത്ര ചെയ്യുന്നവരെ സമർപ്പിക്കുന്നു. കർത്താവേ, ഉറങ്ങുമ്പോൾ ഭയപ്പെടുന്ന വ്യക്തികളെ സമർപ്പിക്കുന്നു. അനാവശ്യമായ ഭയം, ഉറങ്ങുമ്പോൾ ഉറങ്ങാൻ സാധിക്കാതെ എന്നാൽ സ്വയമേ ഒന്നും അറിയാതെ ഭയത്തോടെ ആയിരിക്കുന്ന വ്യക്തികളെ സമർപ്പിക്കുന്നു. അവരുടെ അന്തരാത്മാവിനെ നീ സുഖപ്പെടുത്തണമേ. അവരുടെ ബോധമനസ്സിനെയും ഉപബോധ മനസ്സിനെയും അബോധ മനസ്സിനെയും നീ സുഖപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ അബോധ മനസ്സിനെ കുറിച്ചൊന്നും അറിയുന്നില്ല, എന്നാൽ നിനക്ക് എല്ലാം അറിവുള്ളതാണ്. ഞങ്ങൾക്ക് ആവശ്യമായ സൗഖ്യം നൽകണമേ. ഞങ്ങളുടെ ഉള്ളിലുള്ള ഭയമെല്ലാം മാറ്റി നിന്റെ സമാധാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. നിന്റെ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. നിന്റെ ആനന്ദം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഈ രാത്രിയിൽ നല്ല ഒരു ഉറക്കം നൽകി ഈശോയെ, എല്ലാ വേദനയിൽ നിന്നും, വിഷമങ്ങളിൽ നിന്നും, നിരാശയിൽ നിന്നും, ഭയത്തിൽ നിന്നും വിടുതൽ നൽകി എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ കരം പിടിച്ചുറങ്ങാൻ ഈ രാത്രിയിൽ എനിക്ക് കൃപ നൽകണമേ. പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും വീണ്ടും വീണ്ടും ഞാൻ ഓർത്തു പ്രാർത്ഥിക്കുന്നു. കാത്തുകൊള്ളണമേ കർത്താവേ. ആമേൻ. സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നല്ലൊരു ഉറക്കം നൽകി, ജീവിതത്തിൽ പുതിയ സന്തോഷം നൽകി, പുതിയ പ്രതീക്ഷയും പ്രത്യാശയും നൽകി ഈ രാത്രിയിൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. സുഖമായ നിദ്ര നൽകി അവിടുന്ന് നമ്മെ സംരക്ഷിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ഭവനത്തിൽ മുഴുവൻ ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും കൂടി ഓർക്കുക.
ഈ പ്രാർത്ഥന ഷെയർ ചെയ്യുക. ഗോഡ് ബ്ലെസ് യു. ഗുഡ് നൈറ്റ്.